രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് രാഷ്ട്രപതി സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി ആമുഖമായി പറഞ്ഞു. ദ്രൗപദി മുർമു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടപടികൾക്കൊടുവിൽ രാജ്യത്തെ ജനങ്ങൾ തങ്ങളെ തിരഞ്ഞെടുത്തു. ചില ആളുകളുടെ വേദന തനിക്ക് മനസ്സിലാകും. തുടർച്ചയായി നുണകൾ പ്രചരിപ്പിച്ചിട്ടും അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ദീർഘകാലം രാജ്യം പ്രീണന രാഷ്ട്രീയത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഞങ്ങൾ പ്രീണനത്തിന് പകരം സംതൃപ്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. എല്ലാവർക്കും നീതി, ആർക്കും പ്രീണനമില്ലെന്ന സമീപനം എന്നതായിരുന്നു നയം. അഴിമതിയോട് സഹിഷ്ണുതയില്ലെന്ന സമീപനത്തിന് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചു. ഇന്ത്യ ആദ്യം എന്ന ആശയമാണ് മുന്നോട്ട് നയിച്ചത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള ക്യാമ്പയിന് തിരഞ്ഞെടുപ്പിൽ അനുഗ്രഹം ലഭിച്ചുവെന്നും മോദി പറഞ്ഞു. അതേസമയം മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം പ്രതിപക്ഷം തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. അംഗങ്ങളോട് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങാൻ നിർദ്ദേശിച്ചതിന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ശാസിച്ചു. ഏകാധിപത്യം അനുവദിക്കില്ല, മണിപ്പൂരിന് നീതി എന്നീ മുദ്രാവാക്യങ്ങളും നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തി. അതേസമയം ഭരണമുന്നണി അംഗങ്ങൾ പ്രധാനമന്ത്രിയെ ഡെസ്കിലടിച്ചാണ് സ്വാഗതം ചെയ്തത്. പ്രധാനമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ ശബ്ദമുണ്ടാക്കി. മണിപ്പൂരിനെ കുറിച്ച് മോദി സംസാരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം മോദി സർക്കാരിനും BJPക്കുമെതിരെ കടുത്ത വിമർശനമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അഗ്നിവീർ പദ്ധതി, മണിപ്പൂർ സംഘർഷം, നീറ്റ് തട്ടിപ്പ്, തൊഴിലില്ലായ്മ, നോട്ട് പിൻവലിക്കൽ, കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി രാഹുൽ കടന്നാക്രമിച്ചിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനങ്ങളെ ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തത് നാം കണ്ടു. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും നിങ്ങൾ കവർന്നെടുത്തു. മണിപ്പൂരിനെ കലാപത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു. ഈ ദിവസം വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ സംസ്ഥാനം എവിടെയാണെന്ന് പോലും അറിയില്ല. പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ എന്ന സംസ്ഥാനം അവിടെയില്ല തുടങ്ങിയ രീതിയിലായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇതിനെ തുടർന്ന് രാഹുലും പ്രധാനമന്ത്രിയും നേർക്ക് കൊമ്പ് കോർക്കുന്ന അവസരം പോലും ഉണ്ടായിരുന്നു. എന്നാൽ BJPയുടെ വിമർശനത്തിന് പിന്നാലെ ചൊവ്വാഴ്ച രാഹുലിന്റെ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ സ്പീക്കർ നീക്കം ചെയ്തിരുന്നു. അതേസമയം ഇന്ന് സഭ ചേരുന്നതിന് മുൻപേ തന്നെ സഖ്യകക്ഷി MP-മാർ യോഗം ചേർന്നിരുന്നു. NDA യോഗത്തിൽ വെച്ച് MP-മാർക്ക് മോദി നിർദ്ദേശം നൽകുകയും ചെയ്തു. ലോക്സഭയിൽ രാഹുലിനെ പോലെ ആരും പെരുമാറരുത് എന്ന് സഖ്യകക്ഷികളിലെ എല്ലാ MP-മാർക്കും മോദി നിർദ്ദേശം നൽകിയതായിട്ടാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്.